അച്ഛൻ പറയുന്ന കാര്യം മുഴുവനും ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മൾ ഓർക്കണം, ഇത് ഹിന്ദു രാഷ്ട്രമല്ല, ഇതൊരു സെക്കുലർ രാജ്യമാണ്. ഇതൊരു സെക്കുലർ രാജ്യമാണ്. നാനാ മതസ്ഥർ, നാനാ വിശ്വാസക്കാർ ഒത്തൊരുമ വിശ്വസിക്കുന്ന ഒരു പുണ്യഭൂമിയാണിത്. ഈ പുണ്യഭൂമിയിൽ കളങ്കം വരുത്തുവാൻ, രക്തം ചൊരിയുവാൻ അനുവദിച്ചുകൂടാ. മുൻകാലങ്ങളിൽ രക്തച്ചൊരിച്ചിലുകളിൽ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, ജാതിയുടെയും മതത്തിന്റെയും പേരിൽ. ഇനിയും അത് അനുവദിച്ചുകൂടാ. നാം സാംസ്കാരികപരമായിട്ട് ഉയർന്നിരിക്കണം, ചിന്താതലങ്ങളിൽ ഉയർന്നിരിക്കണം. നമ്മൾ ഇതിനെ നിസ്സാരമായി കണ്ടുകൂടാ. നമ്മൾ ഓർക്കണം, ഇത് ഹിന്ദു രാഷ്ട്രമല്ല, ഇതൊരു സെക്കുലർ രാജ്യമാണ്. ഇതൊരു സെക്കുലർ രാജ്യമാണ്. നാനാ മതസ്ഥർ, നാനാ വിശ്വാസക്കാർ ഒത്തൊരുമ വിശ്വസിക്കുന്ന ഒരു പുണ്യഭൂമിയാണിത്. ഈ പുണ്യഭൂമിയിൽ കളങ്കം വരുത്തുവാൻ, രക്തം ചൊരിയുവാൻ അനുവദിച്ചുകൂടാ. മുൻകാലങ്ങളിൽ രക്തച്ചൊരിച്ചിലുകളിൽ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, ജാതിയുടെയും മതത്തിന്റെയും പേരിൽ. ഇനിയും അത് അനുവദിച്ചുകൂടാ. നാം സാംസ്കാരികപരമായിട്ട് ഉയർന്നിരിക്കണം, ചിന്താതലങ്ങളിൽ. എല്ലാ അച്ഛന്മാരും എല്ലാവരും ഇതേപോലെ നല്ല ചിന്ത വളർത്തുന്നത് എല്ലാവർക്കും ഗുണമായിരിക്കും എന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് എല്ലാവർക്കും സമാധാനപരമായി ഈ ഭൂമിയിൽ, നമ്മുടെ ഈ മണ്ണിൽ, നമ്മൾ പെറ്റു വളർന്ന ഈ മണ്ണിൽ നമുക്ക് ജീവിക്കണം. നമ്മുടെ കുടുംബത്തേറ്റും സമാധാനപരമായി അതിനു വേണ്ടുന്ന അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത ഈ ഒരു വീഡിയോ കൂടി നിങ്ങൾ കാണുക. ഇതിലെന്താ എന്ന് വെച്ചാൽ, ബജറംഗ് ദളിന്റെ ഒരു പ്രവർത്തകൻ ചെയ്തു വെച്ച് 25-ാം തീയതി അവന്റെ ബജറംഗ് ദൾ ഗാങ്ങിന്റെ കൂടെ അതിന് ഇവന്റെ ഷോപ്പിൽ വന്ന് ഇരിക്കുന്ന സന്ദർഭത്തിൽ ആ ഇരിക്കുന്നത് ബജറംഗ് ദളിന്റെ നേതാവാണ് അർജുൻ സിംഗ്. അവൻ ചെയ്തു കൂട്ടേണ്ടതൊക്കെ ചെയ്തു കൂട്ടിയിട്ട് സമാധാനപരമായി അവന്റെ ഷോപ്പിൽ വന്ന് ഇരിക്കുന്ന സന്ദർഭത്തിൽ അതിന് തിരിച്ചടിയായിക്കൊണ്ട് കുറച്ച് ആളുകൾ വന്നു. ആദ്യം 4 ആളുകൾ വന്നു, പിന്നെ ബാക്കിയുള്ള പുറത്ത് നിൽക്കിന് അവരും വന്നു. അവന്റെ കടക അടിച്ച് പൊട്ടിക്കാന്ന് മാത്രമല്ല, അവനെ നന്നായി പഞ്ഞിക്കിടുന്ന രംഗാണ് കണ്ടത്. ഇത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയല്ലേ സംഭവിക്കുക. കൂട്ടമായി ചെന്നുകാണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുമ്പോൾ തിരിച്ചു ഇതേപോലെ കിട്ടുന്നില്ലൊരു ബോധമില്ല. भीड़ द्वारा बजरंग दल के कार्यकर्ता की बुरी तरह पिटाई का ये वीडियो नवी मुंबई से सामने आया है, जहां दुकान में घुसकर लात, घूंसे, चप्पल, बाल्टी, डंडों से अर्जुन सिंह नाम के इस बजरंग दल कार्यकर्ता को बेरहमी से पीटा गया। आरोप है कि अर्जुन सिंह ने क्रिसमस के मौके पर सोशल मीडिया पर एक विवादित स्टेटस लगा दिया था। स्टेटस जैसे ही लोगों में वायरल हुआ तो बड़ा बवाल खड़ा हो गया। वीडियो में देखा गया कि अर्जुन सिंह अपनी मोबाइल शॉप में बैठे हुए हैं, तभी 4 लड़के उनकी അർജുൻ സിംഗ് എന്ന് പറയുന്ന തീവ്രവാദി ബജറംഗ് ദളിന്റെ ആള് ഒറ്റക്ക് ആ നേതാവ് ഇരിക്കുകയാണ്. ഇപ്പോൾ അവന്റെ കൂടെ അവനെ സംരക്ഷിക്കാൻ സംഘങ്ങളില്ല. അത് എപ്പോഴും ആരും ഉണ്ടാവില്ലല്ലോ. അവരൊരു ഗേങ് ആയി പോയി ചെയ്തു, തിരിച്ച് അവന് കിട്ടുന്നത് ഇതേപോലൊരു ഗേങ് വന്നിട്ടാണ് കൊടുക്കുന്നത്. എത്ര ആളാണ് അവൻ അടിക്കുന്നത്, അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. दुकान में खड़े होकर उनका स्टेटस दिखाकर उनसे सवाल करने लगे। थोड़ी ही देर में 10 से 15 लोगों की भीड़ उनकी दुकान में घुसकर आई और अर्जुन सिंह पर लात, घूंसे, चप्पल, जूते, बाल्टी, गमलों से हमला कर डाला। जिसके हाथ में जो आया उसी से अर्जुन की पिटाई। ഒരു കാര്യം ഈ നേതാവിന് മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങൾ കൂട്ടമായി ചെന്നുകാണ്ട് ആക്രമിക്കുമ്പോൾ പെടഞ്ഞു വീഴുന്ന മനുഷ്യന് വേദന എത്രത്തോളം ഉണ്ടാവും എന്ന് ഇവനും മനസ്സിലായി. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ കുടുംബത്തിനെ ഓർത്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യത്തിൽ പോകാതെ എല്ലാവരും സമാധാനപരമായി ജീവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നതാണ് നല്ലത്. എല്ലാവർക്കും അതന്നെയല്ലേ നല്ലത്. अर्जुन को समझ ही नहीं आ रहा था कि कौन कहां से उन पर हमला कर रहा है। जमकर पिटाई करने के बाद हमलावर अर्जुन सिंह को चेतावनी देते हुए नजर आए और फिर चले गए। अर्जुन पर हमले की पूरी घटना दुकान में लगे सीसीटीवी कैमरे में। ഈ വീഡിയോ എന്താന്ന് വെച്ചാൽ നിറയെ വീഡിയോകളുണ്ട്, ഓരോന്നാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ അറിയാതെ പോകരുത്. കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയമാണ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന
മഹാരാജ്യത്ത്, ഇന്ത്യ എന്ന് പറയുന്ന ഇത്രയും വലിയൊരു രാജ്യത്ത് എല്ലാ മതസ്ഥരും സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആ രാജ്യത്ത് നടക്കുന്നതാണ്. ഇത് ക്രിസംഖികൾ പ്രത്യേകമായിട്ടൊന്ന് കാണുന്നത് നന്നായിരിക്കും. കാരണം നിങ്ങൾ ഇതിവിടെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന മുസ്ലിങ്ങൾക്കെതിരെ മാത്രം നിങ്ങൾ പ്രകോപനം മറ്റുള്ളവരുടെ കൂടെ നിന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്കും അത് തിരിച്ചു കിട്ടും, ഇന്നില്ലെങ്കിൽ നാളെ എന്ന് മാത്രം നിങ്ങൾ ഓർക്കുക. ഇത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾക്കും ഇത് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതാണെങ്കിലോ നല്ല പകയോട് കൂടിയിട്ടാണ് കിട്ടുന്നത്. അച്ഛൻ പറഞ്ഞു ശ്രദ്ധിച്ചില്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു, കാണുക. ഇതൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നല്ലവരായി ജീവിക്കുക, എല്ലാവരും സമാധാനപരമായി ജീവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, അങ്ങനെ പ്രതീക്ഷിക്കുന്നു. നടക്കുമോ നടക്കൂലേ അറിയില്ല. നടക്കണം, നല്ലവരായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം. നമുക്കൊക്കെ ഫാമിലി ഉണ്ട്. അതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഫാമിലി ഉണ്ടല്ലോ, ആ ഫാമിലിക്ക് ഒരു സമാധാനം കൊടുക്കുന്നവരല്ലേ നമ്മൾ ആവേണ്ടത്. നമ്മുടെ ചുറ്റുവട്ടത്ത് ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. പരസ്പരം കൈകോർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലേ ഉള്ളൂ സഹോദരന്മാരെ. ഇത് ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ കേരളം പോലത്തെ സ്ഥലം, ഒരു നാട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഈ വീഡിയോ നല്ലവരായ ക്രിസ്ത്യാനികളും കാണുക, അച്ഛന്മാരും കാണുക. അച്ഛന്മാരെ, നിങ്ങളെ പോലുള്ള ഒരു ആണായ ഒരു അച്ഛനെ ഒരു പെണ്ണുങ്ങളായ ആളുകൾ മർദ്ദിക്കുന്ന രംഗം, മൂന്തക്ക് അടിക്കുന്ന രംഗം, മാറത്ത് പിടിക്കുന്ന രംഗം, അഭിമാനം ക്ഷതപ്പെടുത്തുന്ന രംഗം, ഇതൊക്കെ ഒറ്റപ്പെട്ടതാണ് എന്ന് ക്രിസംഖികളായ ചില ചേച്ചിമാര് വന്ന് പറയാറുണ്ട്. ഇത് പിന്നെ എന്താണ് ഇതിനുള്ള മറുപടി? നിങ്ങൾ തന്നെ പറയൂ. കണ്ടോ, മാറത്ത് പിടിക്കുന്ന ഒരാണിന്റെ ഒരച്ഛനാണ്. ആ അച്ഛന്റെ നിലയും വലിയ എന്താണ്? എന്തിനാണ് ഈ മത പ്രബോധനം നടത്തുന്ന രംഗത്ത് അവരുടെ ആശയങ്ങളും അവരുടെ ആദർശങ്ങളുമല്ലേ അവർ പറയുന്നത്? ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നു, മുസ്ലിങ്ങൾ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിലേക്ക് ക്രിസംഖികളായ ആളുകൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇന്ന് നിങ്ങളത് അനുഭവിക്കുന്നു. ഇനി ആ മൊട്ട തീവ്രവാദി, ഹിന്ദു തീവ്രവാദിയായ മൊട്ട പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. അവൻ എന്താണ്, ഇവിടെ തമ്മിൽ തല്ലിക്കാനായിട്ട് നിൽക്കുന്നവരാണ്. ആ നീല ഷർട്ടിട്ട ഒരു പെണ്ണിനെ കണ്ടില്ലേ? അവളുടെ ഒരു ധൈര്യം, അവളുടെ മുന്നിൽ ഇടിക്കാൻ വേണ്ടി അവൾ ക്യാമറയുടെ മുന്നിൽ വരുന്ന ദൃശ്യം ഒന്നും കൂടി ശ്രദ്ധിച്ചു നോക്കൂ. രണ്ട് കൈയും കൂപ്പി ഇവരോട് ക്ഷമ യാചിക്കേണ്ട ഒരു ഗതികേട് ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനികളെ നിങ്ങൾക്കും വന്നു കഴിഞ്ഞു. ക്രിസ്ത്യാനികളെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു അല്ലെ? കരിമ്പിൻകാലൊക്കെ എന്താ പറഞ്ഞത്? കരിമ്പിൻകാലൊക്കെ പറഞ്ഞ ഓരോ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ഇന്ന് നിങ്ങൾ അത് അനുഭവിക്കുന്നു. എന്താ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? മുഖത്തടിച്ചില്ലേ? ഒന്നും പറയാനില്ല എനിക്ക്.